നാനിയുടെ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണ് എന്നുള്ളൊരു കാരണത്താൽ ചുമ്മാ കണ്ടു നോക്കാം എന്ന് തോന്നിയൊരു സിനിമയാണ് സിരിപ്പോത സിനിവാരം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സൂര്യ എന്ന പ്രോട്ടാഗനിസ്റ്റും അയാൾ നടത്തുന്ന കുറച്ച് അടികളുടെ കഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് ഈ സിനിമയിൽ ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ള സിനിമാറ്റോഗ്രഫി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിൽ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ടും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു ഹീറോനെ ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടിയും അതുപോലെ വില്ലനെ ഡിസൈൻ ചെയ്യുന്ന പരിപാടിയും എനിക്ക് ഇഷ്ടമായി. കാരണം ആ ഒരു ക്യാരക്ടർ കുറച്ച് സ്പെഷ്യലാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതിപ്പോൾ ഹീറോയുടെ കാര്യത്തിലാണെങ്കിലും വില്ലൻ്റെ കാര്യത്തിലും അങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പല പോയിന്റുകളിലും ആ ഒരു ഫാക്ടർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. സിനിമയിൽ ഒരു റൂട്ടീൻ ഫോർമാറ്റാണ് പലയിടത്തും ഉള്ളതെങ്കിലും അത് പലപ്പോഴും എനിക്ക് സിനിമ കണ്ടിരുന്ന് പോകാൻ ഒരു പോയിന്റ് വരെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് സീക്വൻസ് ഒരു റേസാണ്, പിന്നെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ അവതരണം നടത്തി എന്നുള്ളതൊരു പോയിന്റ് വരെ രസമാണ്. പിന്നെ അതിൽ കാര്യമായിട്ട് എടുത്ത് പറയേണ്ടത് ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എങ്ങനെയൊക്കെ ഈ സിനിമയെ പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത് വരുന്ന സമയത്ത് തന്നെ അത്രയും ഹൈ ആയിരുന്നു. അതിപ്പോൾ ഗരം ഗരം എന്ന് പറയുന്ന ആ ഒരു സോങ് ആണെങ്കിലും പിന്നെ അതിൽ ചെയ്തിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ഫൈറ്റ് സീൻസൊക്കെ വരുന്ന സമയത്ത് എനിക്ക് നല്ല റഷൊക്കെ തോന്നിയിരുന്നു. അങ്ങനത്തെ ഒരു കിട്ടിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജോയ് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ഈ എസ് എഫ് ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ സായ് കുമാർ, പ്രിയങ്ക മോഹൻ, അതിഥി ബാലൻ ഇവരുടെ പെർഫോമൻസും കുഴപ്പമില്ലായിരുന്നു. ഈ സിനിമ ഒരു പോയിന്റ് വരെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടെങ്കിലും ഇതിൻ്റെ ഫൈനൽ ആക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഷോക്കും വൈബ് വരുന്നുണ്ട്. കാരണം അത്രയും പോയിന്റ് വരെ റൂട്ടീൻ എലമെൻറ്റ്സ് ഈ സിനിമയിലുണ്ടെങ്കിൽ പോലും പ്രസൻറ്റേഷൻ കൊണ്ട് ഒരു വൈബ് അടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഈ സിനിമ ഒരു പോയിന്റ് വരെ നൽകുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ അത്രയും നൈസായിട്ട് പോയിട്ട് പിന്നെ ഫൈനൽ ആക്ടിലോട്ട് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര സിംപ്ലസ്റ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്തു. ഭയങ്കര പ്ലെയിൻ ആണ്, അതിൽ ഡെപ്ത് ഇല്ല, എന്നാൽ ഒപ്പം തന്നെ ഭയങ്കര സിംപ്ലസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറേ രീതിയിൽ സ്റ്റോറി ടെയിലിംഗ് നടത്തിയിട്ട് അവസാനം എത്തുമ്പോഴത്തേക്കും ചുമ്മാ അങ്ങനെ അത് പറഞ്ഞു പോയി എന്നൊരു രീതിയിൽ വരുമ്പോഴത്തേക്കും അവിടെ ഈ സിനിമ വീഴുന്നുണ്ട്. അതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഈ സിനിമയുടെ റൺ ടൈമാണ്. കാരണം 2 മണിക്കൂർ 50 മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു റൺ ടൈമിന് വേണ്ട ഒരു സിനിമയായിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. ഒരു 20 മിനിറ്റ്സൊക്കെ കട്ട് ചെയ്തിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ഈ സിനിമ നീറ്റായിട്ട് വന്നേനെ എന്ന് തോന്നിയിട്ടുണ്ട്. ഓവറോൾ പറയുമ്പോൾ ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് സിരിപ്പോത സിനിമ തോന്നിയത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.